ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്ന് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ നല്ലൊരു ആംബിയൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സുവോളജിക്കൽ പാർക്കിൻ്റെ. അതുപോലെ നമുക്ക് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ലെഫ്റ്റിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറും കാണാൻ സാധിക്കും. നമുക്ക് കാറിൻ്റെ പാർക്കിംഗ് ഫീസ് 100 റുപ്പീസാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമുക്കൊരു 50 റുപ്പീസ് അവിടെ പേ ചെയ്യണമെങ്കിൽ നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലെയാണ് നമുക്ക് എൻട്രി വരുന്നത്. അതിലേക്ക് നമുക്ക് ടീയോ കോഫിയോ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കഴിക്കേണ്ടത്. നമ്മൾ മെയിൻ ഏരിയയിലേക്ക് എൻട്രി ആകുമ്പോൾ നമുക്ക് അവിടെ സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു ഗാർഡനിങ് ഒക്കെ കാണാൻ സാധിക്കും. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ബസ് സർവീസാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ മുതല, അതുപോലെ ചീങ്കണ്ണി അങ്ങനെയുള്ള ജീവികളെ നമുക്കവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ കുറേ ബേഡ്സിനെയും അതുപോലെ തന്നെ മങ്കിയുടെ ഒരു സ്പീഷീസിൽപ്പെട്ട ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മങ്കീനെയും കൂടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ മങ്കിയുടെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് അവർ ബേഡ്സിൻ്റെ ഒരു ഏവിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുൾ ബേഡ്സിനെ കാണാം. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്, അതായത് ഒരു 2-3 ടൈപ്പ് ബേഡ്സിനെ അവർ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേഡ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മാന് അങ്ങനത്തെ ഒരു സെക്ഷനായിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇത് നമ്മൾ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, അങ്ങനെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. അവിടുത്തെ ഗൈഡുകൾ നമ്മൾക്ക് പറഞ്ഞു തരാം. അങ്ങനെയുള്ളൂ. ഒരു ബോർഡ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ നമ്മൾ വേറൊരു ഇതിലേക്ക് വന്നപ്പോൾ നമുക്ക് മാനുകൾ അവിടെ റെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി വേറൊരു സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഈ റോഡ് നമുക്ക് നടന്നു പോകുന്ന ഈ ഒരു സൈഡിൽ കൂടെ കാണുന്ന ഒരു വ്യൂ ആണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് വേറൊരു വെറൈറ്റി പെട്ടൊരു മാനിൻ്റെ അടുത്തേക്ക്, അതും ഇതുപോലെ തന്നെ സെറ്റാക്കി ചെയ്ത് വെച്ചേക്കാണ് അവർ. അതിലും അത്യാവശ്യം കുറച്ച് മാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു സൈലൻറ്റ് വാലി സോൺ എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റൊക്കെ നടന്നു വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് അതിലൂടെ നടന്ന് മുകളിലേക്ക് പോകുന്ന ഒരു അങ്ങനെ ഒരു ഇതിലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ കുറേ ഏരിയകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി അവിടെ. അതായത് ഡെവലപ്മെൻറ്റായി വരുന്നുള്ളൂ, അവിടെ ആനിമൽസ് എത്തുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇത് ഞാൻ പോകുന്നത് ഏകദേശം ഓപ്പണായിട്ട് കുറച്ച് ദിവസം, ഒരു 1 വീക്കിനുള്ളിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് നടന്ന് കാണാൻ അത്യാവശ്യമുണ്ട്. ഏകദേശം അറൗണ്ട് ഒരു 300 മുകളിലുണ്ട് ഏക്കറാണിത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് പനയുടെ കായ അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കണം. പല കളറിലും അങ്ങനത്തെ ഒരു ഇതിൽ കാണാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറൊരു ഏരിയയിൽ പോയി. നമുക്ക് ഇവിടെ ഈ വഴിയിലേക്കൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് ബസ് നമുക്ക് അവിടെ വന്നിട്ട് നിർത്തി തരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ
ഇങ്ങനെ പോയിട്ട് എല്ലാവിടെയും ചുറ്റി എല്ലാവിടെയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരിക. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു ഏരിയയിൽ വന്ന് അവിടെ എന്താ പറയുക പുലി, കടുവ അങ്ങനത്തെ ഒരു സെക്ഷൻ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ കടുവ വന്നു. കുറച്ച് ഏജ് ആയിട്ടുള്ള കടുവയാണ്. ആൾ വന്ന് വെള്ളത്തിലൊക്കെ കിടന്ന് സെറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പുലി, കടുവ അങ്ങനെ 2 സെക്ഷനായിട്ടാണ്. അപ്പോൾ ഒരു സെക്ഷനിൽ പുലിയായിട്ടും ഒരു സെക്ഷൻ കടുവ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് കടുവേനെ കാണാൻ സാധിച്ചു. പിന്നെ 2 കടുവേനെ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടായിരുന്നു. അതായത് ഒരെണ്ണം കുറച്ചും കൂടി ഉഷാറുണ്ട്, ചെറിയൊരു കടുവയാണ്, ഏജ് കുറവുള്ളതാണ്. രണ്ടാമത്തെ കുറച്ച് ഏജാണ്. ആൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്. അത് രണ്ടാമത്തെ കടുവയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ആൾ കുറച്ച് ഉഷാറാണ്. അപ്പോൾ ആൾ മറ്റേ കടുവ വരുമ്പോൾ അതിനുള്ളൊരു സൗണ്ട് ഉണ്ടാക്കലും അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടിനെയും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വാഷ്റൂം അങ്ങനത്തെ ഒരു ഫെസിലിറ്റി അവിടെ കാണാം. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഐസ്ക്രീം കഴിക്കുക, അങ്ങനെ ഒരു ഷോപ്പും കൂടി ഉണ്ട് അവിടെയുണ്ട്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാട്ടുപോത്തുകളെ കാണാം. അവിടെ 2 പേരുണ്ട്. ഒരു നല്ല അത്യാവശ്യം സൈസൊക്കെ ആയിട്ടുള്ള ഒരാളുണ്ട്. പിന്നെ ഒരു പുലി ഇരുന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ വേറെ ഒരാളും കൂടെ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അത് കുറച്ച് ചെറുതാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ അങ്ങനെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒട്ടകപ്പക്ഷി, യമൂനയൊക്കെ കാണാം. ഇപ്പോൾ വൈറ്റ് അങ്ങനെ വെറൈറ്റി കളറുകളിലൊക്കെ ആയിട്ടുള്ള യമൂനയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ വേറൊരു ഏരിയയിലാണ് ഒട്ടകപ്പക്ഷീനെ അവിടെ ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലെല്ലാം നമുക്ക് ഫുഡ് സർവീസും കൂടെ ഉണ്ട്. നമുക്ക് ക്യാൻറ്റീൻ അങ്ങനെ കുറേ ഏരിയകളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവർ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അനിമൽസൊക്കെ വരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.